ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചാലഞ്ച് ഡേ 35 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചാലഞ്ച് ഡേ 35 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഒത്തിരി തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച മേഖലയാണ്. ഇതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഭാഗം പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകൾ ആദ്യമായി പഠിക്കേണ്ടതാണ് NW1 അഥവാ നാഷണൽ വാട്ടർവേ 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെ NW1. NW2 സാദിയ മുതൽ ധൂബ്രി വരെ. NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത എന്ന് ചോദിച്ചാൽ അത് NW3 ആണ്. അത് എവിടെ മുതൽ എവിടെ വരെ സുഹൃത്തുക്കളെ? കൊല്ലം മുതൽ ഇപ്പോൾ കോഴിക്കോട് വരെയാണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയായിരുന്നു, ഇപ്പോൾ അത് കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. NW4 ആണ് കാക്കിനട മുതൽ പുതുച്ചേരി വരെ. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. NW5 താൽച്ചർ മുതൽ ധാംറ വരെയാണ്. NW6 ലക്കിപ്പൂർ മുതൽ ഫാംഗ്ര വരെയാണ്. പഠിക്കുക. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളാണ് നമ്മൾ പറഞ്ഞത്. NW1 എന്ന് പറഞ്ഞാല് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ഇത് ഏത് നദിയിലാണ് സുഹൃത്തുക്കളെ? ഹൂഗ്ലി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ NW2 എന്ന് പറഞ്ഞാൽ സാദിയ മുതൽ ധൂബ്രി വരെയാണ്. ഇത് ഏത് നദിയിലാണ് സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. അതുപോലെ NW3യുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ വാട്ടർവേ ഏത്, അല്ലെങ്കിൽ ദേശീയ ജലപാത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NW3 ആണ്. ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു. ഇപ്പോ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ പഠിക്കണം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ആയിരുന്നു, ഇപ്പോഴത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. NW4 എന്ന് പറഞ്ഞാൽ കാക്കിനട മുതൽ പുതുച്ചേരി വരെ. NW5 താൽച്ചർ മുതൽ ധാംറ വരെ. NW6 ലക്കിപ്പൂർ മുതൽ ഫാംഗ്ര വരെ പഠിക്കും. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതകളാണ്. ദേശീയ ജലപാതകൾ അല്ലേ? ദേശീയ പാതകൾ അഥവാ നാഷണൽ ഹൈവേസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കൾ, പഠിക്കുക. കേരളത്തിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ദേശീയ പാതകൾ NH66, അതായത് പണ്ടത്തെ NH17 NH47 പണ്ടത്തെ NH47 കുറച്ച് ഭാഗവും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പുതിയ നാഷണൽ ഹൈവേ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പേര് മാറ്റിയ പുതിയ നാഷണൽ ഹൈവേ ആണ് NH66. അപ്പോൾ NH66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ തമ്മിൽ കൂട്ടിച്ചേർത്തതാ സുഹൃത്തുക്കളെ? പണ്ടത്തെ NH17 പഴയ NH47 കുറച്ച് ഭാഗത്തെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ NH66 എന്ന പേരിൽ പുതിയ ദേശീയപാത എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഇത് എവിടെ മുതൽ എവിടെ വരെ എന്ന് ചോദിച്ചാൽ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. പഠിക്കുക. പനവേൽ മുതൽ കന്യാകുമാരി വരെ കേരളത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേ എന്ന് ചോദിച്ചാൽ അത് NH66 ആണ്. NH66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ NH17 പഴയ NH47 കുറച്ച് ഭാഗം കൂടെ ചേർത്ത് രൂപീകരിച്ചതാണ്. NH85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നാഷണൽ ഹൈവേ 49 ആയിരുന്നു. ഇപ്പോഴത്തെ NH85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നാഷണൽ ഹൈവേ 49 ആയിരുന്നു. ഇത് എവിടെയൊക്കെയാ സുഹൃത്തുക്കളെ ബന്ധിപ്പിക്കുന്നത്? കൊച്ചിനെയും അതുപോലെ ഡൊണ്ടി പോയിന്റിനെയും തമ്മിലാണ്. തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? NH85 അല്ലെങ്കിൽ NH49. പഴയ പേരെന്താണ്? NH49. NH183 പഴയ പേരാണ് NH220. അപ്പോ പഴയ NH220 ഇപ്പോഴത്തെ പേരെന്താ സുഹൃത്തുക്കളെ? NH183 എന്നാണ്. ഇത് ദിണ്ടിക്കലിനെയും കൊല്ലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, കൊല്ലത്തിനെയും ദിണ്ടിക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH183. അഥവാ പണ്ട് കാലത്ത് ഇവൻ അറിയപ്പെട്ട പേരെന്താണ്? NH220 എന്നാണ്. NH544 ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. NH544 NH544
പഴയ പേരാണ് NH47. NH544 പഴയ പേരെന്താ സുഹൃത്തുക്കളെ? NH47 എന്നാണ്. ഇത് എവിടെയൊക്കെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? സേലത്തിനെയും ഇടപ്പള്ളിയെയും തമ്മിലാണ്, അല്ലെങ്കിൽ ഇടപ്പള്ളി സേലത്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 544. ഇവന്റെ പഴയ പേരെന്താണ്? NH47. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ? ഈ NH47 കുറച്ച് ഭാഗം എടുത്തിട്ടാണ് NH66 ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH544. NH544. NH744 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ NH208 ആയിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. NH744 എന്ന് പറയുന്നത് പണ്ടത്തെ NH208 ആയിരുന്നു. ഇത് എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് വെച്ചാൽ കൊല്ലം തിരുമംഗലം, കൊല്ലത്തിനെയും തിരുമംഗലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ആണ് NH744. ഇവന്റെ പഴയ പേരെന്താ സുഹൃത്തുക്കളെ? NH208 എന്നായിരുന്നു. NH766 ആണ്. NH766 പഴയ പേരായിരുന്നു NH212. NH766 പഴയ പേരെന്താണ് സുഹൃത്തുക്കളെ? NH212 എന്നായിരുന്നു. കോഴിക്കോടിനെയും കൊല്ലങ്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH766. കോഴിക്കോടിനെയും കൊല്ലങ്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH766. ഇതിന്റെ പഴയ പേരെന്തായിരുന്നു? NH212 എന്നായിരുന്നു. NH966. പണ്ട് കാലത്ത് NH213 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നാഷണൽ ഹൈവേ ആയിരുന്നു NH966. അപ്പൊ പണ്ട് കാലത്ത് NH213 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നാഷണൽ ഹൈവേ ആയിരുന്നു NH966. NH966 ബന്ധിപ്പിക്കുന്നത് ഫറോക്കിനെയും പാലക്കാടിനെയും തമ്മിലാണ്. NH966 ബന്ധിപ്പിക്കുന്നത് ഫറോക്കിനെയും പാലക്കാടിനെയും തമ്മിലായിരുന്നു. NH966A. NH966A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ NH47C ആയിരുന്നു. പണ്ടത്തെ NH47C ആയിരുന്നു. ഇപ്പോഴത്തെ NH966A. അങ്ങ് പഠിച്ചു വെച്ചോളേ. NH966A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ NH47C ആയിരുന്നു. ഇത് കളമശ്ശേരിയെയും വല്ലാർപാടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് NH966B. എല്ലാ സുഹൃത്തുക്കളും തെറ്റുന്നതാണ് ഈ എയും ബിയും തമ്മിൽ. NH966B എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ നാഷണൽ ഹൈവേ 47A ആണ് കേട്ടോ. പണ്ടത്തെ നാഷണൽ ഹൈവേ 47A ആണ്. ഇത് കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH966B. അല്ലെങ്കിൽ അവന്റെ പഴയ പേരെന്തായിരുന്നു? NH47A എന്നുള്ളത്. സുഹൃത്തുക്കളെ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. NH66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പഴയ പേരെന്തൊക്കെയായിരുന്നു? NH17. അതിനോടൊപ്പം തന്നെ NH47 കുറച്ച് ഭാഗം കൂടെ ചേർത്തിട്ടാണ് NH66 നമ്മൾ രൂപീകരിച്ചത്. ഇത് കന്യാകുമാരിയെയും പനവേലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. NH85 പഴയ പേര് NH49 എന്നാണ്. ഇത് കൊച്ചിയെയും ഡൊണ്ടി പോയിന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH183 പഴയ പേര് NH220 എന്നാണ്. ഇത് ദിണ്ടിക്കലിനെയും കൊല്ലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH544 പഴയ പേര് NH47 എന്നായിരുന്നു. ഇത് സേലത്തിനെയും ഇടപ്പള്ളിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH744 പഴയ പേരെന്തെന്ന് ചോദിച്ചാൽ NH208 ആയിരുന്നു. ഇത് തിരുമംഗലത്തെയും കൊല്ലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH766 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പഴയ പേരെന്താണ്? NH212 എന്നായിരുന്നു. ഇത് എവിടേക്കാണ് ബന്ധിപ്പിക്കുന്നത് ചോദിച്ചാൽ കോഴിക്കോട് മുതൽ കൊല്ലങ്കൽ വരെയാണ്. NH966 പഴയ പേര് NH213 എന്നാണ്. ഫറോക്കിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് NH966. NH966A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ NH47C ആണ്. കളമശ്ശേരിയെയും വല്ലാർപാടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NH966A എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. NH966B എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ NH47A ആണ്. കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന നാഷണൽ ഹൈവേ
NH966 പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വസ്തുതകളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ കുറച്ച് അടിസ്ഥാന വസ്തുതകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. പഠിച്ചോളണേ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഇപ്പോഴും പല സുഹൃത്തുക്കളും സിക്കിമിനാന്ന് വിചാരിച്ചിരിപ്പുണ്ട്. തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറച്ച് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഏറ്റവും കുറച്ച് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാൻ, ഏറ്റവും ചെറിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഗോവ, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം, ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്, ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്, ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. പഠിക്കുക. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രത കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പഠിച്ചോളാം, ജനസാന്ദ്രത ഏറ്റവും കൂടിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. ഇനി ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് UP ആണ് കേട്ടോ. ജനസംഖ്യ ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? UP അഥവാ ഉത്തർപ്രദേശ് ആണ്. ജനസാന്ദ്രത കൂടിയ മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ജനസാന്ദ്രത ഏറ്റവും കൂടിയ മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹരിതഗൃഹ പ്രഭാവം. എന്താണ് ഹരിതഗൃഹ പ്രഭാവം? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമവികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഹരിതഗൃഹ പ്രഭാവം. അപ്പൊ എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ അടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഹരിതഗൃഹ പ്രഭാവം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ കൂടുതൽ അളവിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്നു. ഹരിതഗൃഹ വാതകങ്ങളുടെ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്നു. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്നതാണ് ഹരിതഗൃഹ വാതകങ്ങൾ. പഠിച്ചോളനെ, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹരിതഗൃഹ വാതകങ്ങൾ. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ഓസോൺ തുടങ്ങിയ വാതകങ്ങളും നീരാവിയും ഭൂമിയിൽ നിന്നുയരുന്ന ഭൗമ വികിരണത്തെ ആഗിരണം ചെയ്ത് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ താപനില കുറയാതെ നിലനിർത്തുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയും കേട്ടോ. അന്തരീക്ഷത്തിലെത്തുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ കൂടുതൽ അളവിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ ക്രമാതീതമായ വർധനവ് അന്തരീക്ഷ താപനില വർദ്ധിപ്പിക്കുന്നു. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന്. പ്രധാന ഹരിതഗൃഹ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, ഓസോണ്. സുഹൃത്തുക്കളെ പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഓസോൺ ഒരു ഹരിതഗൃഹ വാതകമാണ്. ഓസോൺ ഒരു ഹരിതഗൃഹ വാതകമാണ്. പക്ഷെ ഓസോൺ നമ്മളെ ഹരിതഗൃഹ പ്രഭാവം ഉണ്ടാക്കുന്നതിൽ കൂടുതൽ മനുഷ്യർക്ക് സഹായം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പ്രധാന ഹരിതഗൃഹ വാതകമായിട്ട് അധികമൊന്നും ഈ ഓസോണിനെ കാണാത്തത്. ശരിക്കും ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഒന്നാണ് ഓസോൺ എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചോളനെ, ചിലപ്പോൾ PSC ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. പ്രധാന ഹരിതഗൃഹ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, ഓസോൺ. അപ്പോൾ ഓസോണും ഒരു ഹരിതഗൃഹ വാതകമാണ്, ഓർക്കുക. ഹരിതഗൃഹ പ്രഭാവങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാവുന്ന വർധനയെ വിശേഷിപ്പിക്കുന്നതാണ് ആഗോളതാപനം. ഹരിതഗൃഹ പ്രഭാവങ്ങളിലൂടെ അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെ വിശേഷിപ്പിക്കുന്നതാണ് ആഗോളതാപനം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ്
രണ്ടാമത്തേതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്താ സുഹൃത്തുക്കളെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ക്യോട്ടോ പ്രോട്ടോകോൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INC രൂപീകൃതമായ വർഷം 1885 ഡിസംബർ മാസം 28. INC രൂപീകൃതമായ വർഷം 1885 ഡിസംബർ മാസം 28. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് സുരക്ഷാ വാൾവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൾവ് തിയറി എന്ന് പറയും കേട്ടോ. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം എന്താണ്? സുരക്ഷാ വാൾവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൾവ് തിയറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് AO ഹ്യൂം. പഠിച്ചോളനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം ആണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ നാമം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. INCയുടെ രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത് സുരക്ഷാ വാൾവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൾവ് തിയറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നതിന്റെ വേദി ബോംബെ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്ര സുഹൃത്തുക്കളെ? 72 ആണ്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന അല്ലെങ്കിൽ INC നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ ആണ്. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. എന്താണ് തിയോസഫിക്കൽ സൊസൈറ്റി? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് മാഡം ബ്ലാവറ്റ്സ്കിയും അതുപോലെ ഹെൻറി ഓക്കോൾട്ടും തമ്മിൽ ചേർന്നിട്ടാണ് കേട്ടോ. പഠിച്ചോളനെ, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച സ്ഥാപകരാരൊക്കെയാണ്? മാഡം ബ്ലാവറ്റ്സ്കിയും അതുപോലെ ഹെൻറി ഓക്കോൾട്ടും ചേർന്നാണ്. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം അടയാറാണ്. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? അടയാറാണ്. അടയാറിൽ സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആനി ബസന്റ് ആണ്. അടയാറിൽ സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റിയുടെ നേതാവ് ആനി ബസന്റ് ആണ്. മലബാറിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി മഞ്ചേരി രാമയ്യൻ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. മലബാറിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപകരാരെന്ന് ചോദിച്ചാൽ മാഡം ബ്ലാവറ്റ്സ്കിയും അതുപോലെ ഹെൻറി ഓൾക്കോട്ടുമാണ്. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അടയാറാണ്. അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആനി ബസന്റ് ആണ്. മലബാറിൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി മഞ്ചേരി രാമയ്യനാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൽ ആരംഭിച്ച പരിഷ്കരണ നേതാക്കളും അവരുടെ ആശയങ്ങളുമായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതിലെ ഓരോ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നമ്മൾ എടുത്തു പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് വ്യൂ ആയിട്ട് മാത്രം സുഹൃത്തുക്കൾ കരുതിയാൽ മതി. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കരണ നേതാക്കളും അവരുടെ ആശയങ്ങളും എന്തായിരുന്നു? ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി ആയിരുന്നു. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു? ആര്യസമാജത്തിലെ വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന ഒരു പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ആര്യസമാജം. അപ്പോ ആര്യസമാജം ആരംഭിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതി ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ ഒരു ആര്യസമാജം ആരംഭിക്കുന്നതിന് ദയാനന്ദ സരസ്വതിക്ക് പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു? വിഗ്രഹാരാധനയും അതുപോലെ ശൈശവ വിവാഹത്തെയും എതിർക്കുക എന്നതായിരുന്നു. രണ്ടാമത്തേതാണ് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. എന്തിനാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചതെന്ന് ചോദിച്ചാല് ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുന്നതിനും ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുന്നതിനും അതിനോടൊപ്പം സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് രണ്ട് പ്രധാനപ്പെട്ട
ആശയങ്ങളായിരുന്നു സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നത്. രാമകൃഷ്ണ മിഷന്റെ ഭാഗമായിട്ട് സ്വാമി വിവേകാനന്ദൻ കൊണ്ടുവന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. അതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അലിഗഡ് പ്രസ്ഥാനം ആരാ കൊണ്ടുവന്ന സുഹൃത്തുക്കളെ? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ട് ആരംഭിച്ചതാണ് അലിഗഡ് പ്രസ്ഥാനം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചതാരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ട് വാദിച്ചതാണ് ഏത്? അലിഗഡ് പ്രസ്ഥാനം. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആത്മറാം പാണ്ഡുറംഗ് ആണ്. പ്രാർത്ഥനാ സമാജം ആരംഭിച്ച പരിഷ്കർത്താവാരാണ്? ആത്മറാം പാണ്ഡുറംഗ് ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന ആശയം എന്തായിരുന്നു സുഹൃത്തുക്കളെ? പ്രാർത്ഥനാ സമാജം വഴി മിശ്രഭോജനം നടത്തുക, മിശ്ര വിവാഹം നടത്തുക, വിധവകൾക്ക് പുനർവിവാഹം നടത്തുക, സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടതാണ് പ്രാർത്ഥനാ സമാജം. ആരംഭിച്ചതാരാണ്? ആത്മറാം പാണ്ഡുറംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആനി ബസന്റ്. എന്തായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്? ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട സ്ഥാപനമായിരുന്നു, അല്ലെങ്കിൽ പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നതാരാണ്? ആനി ബസന്റ് ആണ്. ഹിതകാരണി സമാജം കൊണ്ടുവന്നതാരാണ്? വീരേശലിംഗം പന്തിലു ആണ്. ഹിതകാരണി സമാജം കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത്? വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയതായിരുന്നു ഹിതകാരണി സമാജം. അപ്പൊ ഹിതകാരണി സമാജം എന്താ ചെയ്തത്? വിധവ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പ്രചരണം നടത്തി. അടുത്തതാണ് സത്യശോധക് സമാജം കൊണ്ടുവന്നതാരാണ്? ജ്യോതിറാവു ഫുലെയാണ്. ദുരാചാരങ്ങളുടെയും പുരോഹിത മേധാവിത്വത്തിനുമെതിരെ എതിർത്തതാണ് സത്യശോധക് സമാജം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണേ. ദുരാചാരങ്ങൾക്കെതിരായിട്ടും പുരോഹിത മേധാവിത്വത്തിനെതിരായിട്ടും ആരംഭിച്ചതാണ് സത്യശോധക് സമാജം. ആരംഭിച്ചതാരാണ്? ജ്യോതിറാവു ഫുലെയാണ്. പിന്നോക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചിരുന്നു. ആര്? ജ്യോതിറാവു ഫുലെ. ഏത് വഴിയാണ്? സത്യശോധക് സമാജം വഴി പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചിരുന്നു ജ്യോതിറാവു ഫുലെ. ഏതാണ്? സത്യശോധക് സമാജം വഴി. അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭിച്ചതാരാണ്? EV രാമസ്വാമി നായ്ക്കരായിരുന്നു. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കരായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയ്ക്കുമെതിരെ ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം ഇത് എന്തിനാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രാഹ്മണ മേധാവിത്വത്തെയും അതുപോലെ ജാതി വ്യവസ്ഥയെയും എതിർക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരുവായിരുന്നു. അദ്ദേഹം പ്രധാനപ്പെട്ട ആശയം എന്തായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതി വ്യവസ്ഥയെയും ദുരാപചാരങ്ങൾക്കുമെതിരെയാണ് എന്ത് ചെയ്തത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരംഭിച്ചത്. അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായിട്ടാണ് ഇത് പ്രധാനമായിട്ടും നിലകൊണ്ടത്. പഠിക്കുക. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയില് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. പഠിച്ചോളണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞേ. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും അത് രാജസ്ഥാനാണ്. സംഭരണത്തിനായി ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. സംഭരണത്തിനായി ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്.
കുടിവെള്ളത്തിനായി ആദ്യമായി ATM ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. കുടിവെള്ളത്തിനായി ATM ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും പ്രീവിയസ് ആയി ചോദിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയായ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അന്ത്യോദയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. സംഭരണത്തിനായി ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. സംഭരണത്തിനായിട്ട് ഗുജ്ജർ പ്രക്ഷോഭം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. കുടിവെള്ളത്തിനായി ATM ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ LDC 100 Days Challenge ഡേ 35 നോക്കിയത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ പോയിന്റുകൾ പഠിക്കുക. ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ മാത്രം ചേർത്താണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോ ഉണ്ട് സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.